53ാമത് UAE ദേശീയ ദിനം അഥവാ ഈദ് അൽ ഇത്തിഹാദ് UAEയിലെ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് 2 ദിവസത്തെ അവധി. ഡിസംബർ 2, 3 തീയതികളിൽ ശമ്പളത്തോടുകൂടിയ പൊതു അവധിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചതാണ് ഈ വിവരം. ഫലത്തിൽ സ്വകാര്യ മേഖലയിൽ ശനിയാഴ്ച അവധിയായവർക്കെല്ലാം 4 ദിവസത്തെ അവധി ലഭിക്കും. ഡിസംബർ 4-ന് ബുധനാഴ്ചയായിരിക്കും പ്രവൃത്തി ദിനം ആരംഭിക്കുന്നത്. യാത്രക്കാർ ശ്രദ്ധിക്കുക, വരുന്ന ഞായറാഴ്ച ഷെയ്ഖ് സായിദ് റോഡ് അടയ്ക്കും. ദുബായ് റണ്ണിനെ തുടർന്നാണ് റോഡ് അടയ്ക്കുന്നത്. പുലർച്ചെ 3:30 മുതൽ രാവിലെ 10:30 വരെ ഷെയ്ഖ് സായിദ് റോഡ് അടയ്ക്കുമെന്നാണ് RTA വൃത്തങ്ങൾ അറിയിച്ചത്. ട്രേഡ് സെന്റർ മുതൽ സെക്കൻഡ് ബ്രിഡ്ജ് വരെയാണ് അടയ്ക്കുന്നത്. ഇതുകൂടാതെ ഷെയ്ഖ് സായിദ് റോഡിനും അൽബുർസ സ്ട്രീറ്റിനുമിടയിലുള്ള സുക്കൂക്ക് സ്ട്രീറ്റ്, ഷെയ്ഖ് സായിദ് റോഡിനും അൽഖൈർ റോഡിനും ഇടയിലുള്ള ലോവർ ഫിനാൻഷ്യൽ സെന്റർ റോഡ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ബൊളിവാർഡിൽ നിന്നുള്ള വൺ വേ എന്നിവയും അടയ്ക്കുന്നതായിരിക്കും. യാത്രക്കാരുടെ അസൗകര്യം കണക്കിലെടുത്ത് ദുബായ് മെട്രോയുടെ സമയം നീട്ടിയതായും RTA അറിയിച്ചു. 2 മെട്രോ ലൈനുകളും പുലർച്ചെ 3 മുതൽ ഞായറാഴ്ച അർദ്ധരാത്രി വരെ പ്രവർത്തിക്കും. അൾട്രസൂക്കി എക്സ്ചേഞ്ചിന് വിലക്ക്. കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമത്തിന്റെ ലംഘനത്തെ തുടർന്നാണ് അൾട്രസൂക്കി എക്സ്ചേഞ്ചിന് വിലക്ക് ഏർപ്പെടുത്തിയത്. എക്സ്ചേഞ്ചിന്റെ പ്രവർത്തനം 3 വർഷത്തേക്ക് നിർത്തിവെച്ചതായി UAE സെൻട്രൽ ബാങ്ക് അറിയിച്ചു. കള്ളപ്പണം വെളുപ്പിക്കലിനെതിരായ ഫെഡറൽ ഡിഗ്രി നിയമപ്രകാരമുള്ള കടമകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു, തീവ്രവാദത്തിനും നിയമവിരുദ്ധ സംഘടനകൾക്കും ധനസഹായം നൽകുന്നതിനെ ചെറുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നിവയാണ് സെൻട്രൽ ബാങ്ക് അൾട്രസൂക്കി മണി എക്സ്ചേഞ്ചിനെതിരെ കണ്ടെത്തിയത്. ബ്ലാക്ക് ഫ്രൈഡേ ഗൾഫിൽ ഉൽപ്പന്നങ്ങൾക്ക് വൻ വിലക്കിഴിവ്. പല ഉൽപ്പന്നങ്ങൾക്കും 70% വരെയുള്ള കിഴിവുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. റീറ്റെയിൽ മേഖലയിലെ എല്ലാ പ്രമുഖരും ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലരും ഇന്ന് 30 മുതൽ 70% വരെയാണ് കിഴിവുകൾ നൽകുന്നത്. ഫുജൈറയിൽ ബോട്ടിന് തീപിടിച്ചു, ഒരാൾ മരിച്ചു, ഒരാൾക്ക് പരിക്ക്. ഫുജൈറ മർബ തുറമുഖത്ത് ഇന്ന് രാവിലെയാണ് മത്സ്യബന്ധന ബോട്ടിന് തീപിടിച്ചത്.